എല്ലാവർക്കും നമസ്കാരം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ 27ാമത്തെ സംസ്ഥാനമായ ഫ്ലോറിഡ അതിൻ്റെ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിനും സമ്പന്നമായ ചരിത്രത്തിനും പേരുകേട്ടതാണ്. വെളുത്ത മണൽ തീരങ്ങൾ, പവിഴപ്പുറ്റുകൾ, കായലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയാൽ സമൃദ്ധമായ ഈ പ്രദേശം പൂക്കളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. 1513 സ്പാനിഷ് പര്യവേക്ഷകനായ ജുവാൻ പോൺസ് ഡി ലിയോണാണ് ഫ്ലോറിഡയിലെത്തിയത്. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മനോഹരമായ പൂന്തോട്ടങ്ങളും വസന്തകാലവും കണ്ട് സ്പാനിഷ് ഭാഷയിൽ പൂക്കളുടെ ഉത്സവം എന്ന് അർത്ഥം വരുന്ന ലാ പാസ്ക്വ ഫ്ലോറിഡ എന്ന് അദ്ദേഹം ഈ പ്രദേശത്തിന് പേരിട്ടു. യൂറോപ്യന്മാരുടെ വരവിന് മുൻപ് ഏകദേശം 14,000 വർഷത്തോളം തദ്ദേശീയരായ റെഡ് ഇന്ത്യൻ ജനവിഭാഗങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച അവർ അവിടുത്തെ വനങ്ങളും ജലാശയങ്ങളും സംരക്ഷിച്ചു പോന്നു. 20ാം നൂറ്റാണ്ടിൽ റെയിൽവേയുടെയും വിമാന സർവീസുകളുടെയും വരവോടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. വിനോദസഞ്ചാര മേഖലയിലെ വളർച്ചയും പ്രത്യേകിച്ച് ഒർലാൻഡോയിലെ ഡിസ്നി വേൾഡ് പോലുള്ള തീം പാർക്കുകളുടെ വരവും ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ കെന്നഡി സ്പേസ് സെൻ്ററും ഇവിടേക്ക് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ യാത്രയും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമായ ഫ്ലോറിഡയിലെ ജോൺ എഫ് കെന്നഡി സ്പേസ് സെൻ്ററിലേക്കാണ്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച അപ്പോളോ ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള ചരിത്രപ്രധാനമായ പല ബഹിരാകാശ യാത്രകൾക്കും സാക്ഷ്യം വഹിച്ചത് ഈ കേന്ദ്രമാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ ബഹിരാകാശ സ്വപ്നങ്ങളാണ് അമേരിക്കയെ ചന്ദ്രനിലേക്ക് നയിച്ചത്. 1963 അദ്ദേഹത്തിൻ്റെ അകാല വിയോഗത്തിന് ശേഷം അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഈ കേന്ദ്രത്തെ ജോൺ എഫ് കെന്നഡി സ്പേസ് സെൻ്റർ എന്ന് പുനർനാമകരണം ചെയ്തു. 1981 മുതൽ 2011 വരെയുള്ള കാലയളവിൽ നാസയുടെ സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമുകളുടെ പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. കൊളംബിയ, ചലഞ്ചർ, ഡിസ്കവറി, അറ്റ്ലാന്റിസ്, എൻഡവർ തുടങ്ങിയ പ്രശസ്തമായ ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിച്ചതും തിരിച്ചിറക്കിയതും ഇവിടെയായിരുന്നു. നാസ ഫ്ലോറിഡ എന്ന സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതിന് 2 കാരണങ്ങളാണുള്ളത്. ഭൂമധ്യരേഖയോട് അടുത്തായതിനാൽ റോക്കറ്റുകൾക്ക് ഭൂമിയുടെ ഭ്രമണ വേഗത പ്രയോജനപ്പെടുത്തി കൂടുതൽ കരുത്തോടെ കുതിക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ കിഴക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രം സ്ഥിതി ചെയ്യുന്നതിനാൽ വിക്ഷേപണ സമയത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ അവശിഷ്ടങ്ങൾ ജനവാസമില്ലാത്ത കടലിൽ പതിക്കും. 1967 മുതൽ പൊതുജനങ്ങൾക്കായി ഔദ്യോഗികമായി കെന്നഡി സ്പേസ് സെൻ്റർ വിസിറ്റർ കോംപ്ലക്സ് ആരംഭിച്ചു. ആദ്യ വർഷങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിച്ചത്. നാസയുടെ ആദ്യകാല ബഹിരാകാശ പദ്ധതികളായ മെർക്കുറി, ജെമിനി, അപ്പോളോ ദൗത്യങ്ങളിൽ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ റോക്കറ്റുകളുടെ വലിയ ശേഖരമാണിത്. ബഹിരാകാശ യാത്രകളുടെ വളർച്ച വ്യക്തമാക്കുന്ന ഒരു ചരിത്രരേഖ കൂടിയാണ് ഈ ഡിസ്പ്ലേ. ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്തെത്തിച്ച മെർക്കുറി, റെഡ്സ്റ്റോൺ, ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമിട്ട സാറ്റേൺ IB, ഡെൽറ്റ സീരീസ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. സന്ദർശകർക്ക് റോക്കറ്റുകളുടെ വലിപ്പം നേരിട്ട് മനസ്സിലാക്കാനും ബഹിരാകാശ പേടകങ്ങളുടെ മാതൃകകളിൽ കയറി നോക്കാനുമുള്ള അവസരം ഈ ഗാർഡനിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഭൂരിഭാഗം റോക്കറ്റുകളും ബഹിരാകാശത്തേക്ക് പറന്നിട്ടില്ലെങ്കിലും അവ യഥാർത്ഥ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച ബാക്കപ്പ് റോക്കറ്റുകളോ ടെസ്റ്റിങ്ങിനായി ഉപയോഗിച്ചവയോ ആണ്. കെന്നഡി സ്പേസ് സെൻ്റർ പൂർണ്ണമായി കണ്ടു തീർക്കാൻ കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ ആവശ്യമാണ്.
രാവിലെ 9 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഉചിതം. ഇതുകൂടാതെ ഇവിടെയുള്ള US ആസ്ട്രോണോട്ട് ഹാൾ ഓഫ് ഫെയിം സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കാം. അതുകൂടാതെ ആദ്യകാല ബഹിരാകാശ സഞ്ചാരികളുടെ ചരിത്രവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന അപ്പോളോ റോക്കറ്റുകൾക്ക് താഴെ നടന്ന് ചിത്രങ്ങളെടുക്കാം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ലോഞ്ച് കൺട്രോൾ സെൻറ്ററിലേക്കാണ്. ബഹിരാകാശ ദൗത്യങ്ങളുടെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഈ റൂമുകളിലെ ഡിസ്പ്ലേ സംവിധാനങ്ങൾക്ക് വളരെ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. ആദ്യകാലങ്ങളിൽ കൺട്രോൾ റൂമുകളിൽ ചെറിയ അനലോഗ് സ്ക്രീനുകളും വലിയ പേപ്പർ ചാർട്ടുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററുകളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ടെലിവിഷൻ സ്ക്രീനുകളിൽ ഡാറ്റയും സിഗ്നലുകളും നിരീക്ഷിക്കാൻ തുടങ്ങിയത് ഈ കാലത്താണ്. കൺട്രോൾ റൂമുകളിൽ ഗ്രാഫിക്കൽ ഡിസ്പ്ലേകളും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ഫയറിംഗ് റൂമുകളിൽ വിപുലമായ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് കൊളംബിയ എന്ന കമാൻഡ് മൊഡ്യൂൾ 1969 ജൂലൈ 16 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് കുതിച്ചുയർന്ന അപ്പോളോ 11 ദൗത്യത്തിൻ്റെ പ്രധാന ഭാഗമായിരുന്നു കൊളംബിയ എന്ന കമാൻഡ് മൊഡ്യൂൾ. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ. ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും തിരികെ എത്തിയത് ഈ പേടകത്തിലാണ്. ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ പേടകം നാസയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു മുതൽക്കൂട്ടാണ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവർ ബഹിരാകാശത്ത് ധരിച്ച സ്യൂട്ടുകൾ ആണ് ഇത്. ബഹിരാകാശത്തിൻ്റെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്ത വളരെ സങ്കീർണമായ സ്യൂട്ടുകൾക്ക് ഏകദേശം 25 പാളികളും 36 കിലോയിലധികം ഭാരവുമുണ്ട്. ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ച് തിരിച്ചെത്തിയ അറ്റ്ലാന്റിസ് എന്ന യഥാർത്ഥ സ്പേസ് ഷട്ടിലാണിത്. ഇവിടുത്തെ പ്രധാന ആകർഷണവും ഇതുതന്നെ. ബഹിരാകാശ ദൗത്യങ്ങളുടെ ചരിത്രവും ആധുനിക സാങ്കേതിക വിദ്യകളും വിവരിക്കുന്ന ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേകളും ഇതിലുണ്ട്. 1985 നിർമ്മിക്കപ്പെട്ട അറ്റ്ലാന്റിസ് നാസയുടെ 4ാമത്തെ പ്രവർത്തനക്ഷമമായ ബഹിരാകാശ ഷട്ടിലായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ നിർമ്മാണം, ഹബിൾ ബഹിരാകാശ ദൂരദർശിനി സ്ഥാപിക്കൽ തുടങ്ങി നിരവധി ചരിത്രപരമായ ദൗത്യങ്ങൾ ഇത് നിർവഹിച്ചു. 2011 ജൂലൈയിൽ നടന്ന STS-135 ദൗത്യത്തോടെ ബഹിരാകാശ ഷട്ടിൽ യുഗം അവസാനിച്ചു. അറ്റ്ലാന്റിസ് ആയിരുന്നു ഇതിൻ്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ പറന്ന ഷട്ടിൽ. ബഹിരാകാശത്ത് ജീവിക്കുന്നതെങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ പാതയിലുള്ളത്. ഞങ്ങളെല്ലാവരും ഇൻറ്റീരിയർ പാതയിലൂടെ കടന്ന് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. അറ്റ്ലാന്റിസ് ഷട്ടിൽ തൻ്റെ ദൗത്യങ്ങൾക്കിടയിൽ ആധുനികമായ ഗ്ലാസ് കോക്പിറ്റിലേക്ക് നവീകരിക്കപ്പെട്ടിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ഡിസ്പ്ലേകളും നൂതനമായ നാവിഗേഷൻ സിസ്റ്റങ്ങളും ഇതിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇത് ചരിത്രപരമായ മാറ്റവും എക്സ്പിറ്റിലെ കോക്പിറ്റിൽ കാണാൻ സാധിക്കും. പേടകത്തിൻ്റെ യഥാർത്ഥ കോക്പിറ്റ് അതിൻ്റെ തനിമയോടെ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. യാത്രികർ ഇരുന്ന് പ്രവർത്തിച്ചിരുന്ന അതേ സ്ഥാനങ്ങളിൽ ലൈറ്റപ്പ് ചെയ്ത സ്വിച്ചുകൾ, കൺട്രോളുകൾ, ഒറിജിനൽ സ്ക്രീനുകൾ എന്നിവ ഒരുക്കിയിരിക്കുന്നു. അവിടെയും ഞങ്ങളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ഇതുകൂടാതെ ഷട്ടിൽ ലോഞ്ച് എക്സ്പീരിയൻസും ഞങ്ങൾക്ക് ലഭിച്ചു. അതായത് ഒരു സ്പേസ് ഷട്ടിൽ വിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന വിറയലും ശബ്ദവും നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മികച്ച സിമുലേറ്റർ റൈഡാണ് ഇത്. ഈ യാത്രയിലെ ഒത്തിരി നല്ല അറിവ് കിട്ടിയ എക്സ്പീരിയൻസിന് ശേഷം ഞങ്ങൾ പ്രധാന കോംപ്ലക്സിൽ നിന്ന് നാസയുടെ ബസ്സിൽ കയറി വിക്ഷേപ തറകൾ കാണാൻ ഇറങ്ങി. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന മെറിറ്റ് ഐലൻഡ് പ്രദേശവും സമീപ പ്രദേശങ്ങളും സ്പേസ് കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 1958
നാസ സ്ഥാപിതമായതോടെ സമീപ പ്രദേശങ്ങളായ കേപ്പ് കനാവറലും മെറിറ്റ് ഐലൻഡും അമേരിക്കയുടെ പ്രധാന വിക്ഷേപണ കേന്ദ്രമായി മാറി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഈ പ്രദേശങ്ങൾ സാക്ഷ്യം വഹിച്ചു. ഇന്ന് നാസയുടെ വിക്ഷേപങ്ങൾക്ക് പുറമെ സ്പേസ് എക്സ് പോലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം കൂടി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.